Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ക്യാരറ്റ് പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ഇത് ഞാനൊരു 4 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഒന്ന് സ്ലൈസർ കൊണ്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ആദ്യം നല്ലതുപോലെ കഴുകി അതിൻ്റെ മുന്നിലൊക്കെ ഉള്ളതൊന്ന് കളഞ്ഞതിന് ശേഷം ചെയ്യാം. ഞാൻ പുഡിംഗ് തയ്യാറാക്കുന്ന പാനിലോട്ട് ഈ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടി പാൽ വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് 250 ml 2 കപ്പ് പാലുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ 2 കപ്പ് പാലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മധുരമാണ്. അപ്പോൾ മധുരത്തിന് ആവശ്യമായത് പഞ്ചസാര, മിൽക്ക് മെയ്ഡ് ഇതൊക്കെ ചേർക്കാം. ഇതിൽ ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ബാക്കി മധുരം ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പുഡിങ്ങിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്താലും ഇത് ആ പാലിൻ്റെ ചുവ മുന്നിൽ നിൽക്കും. അപ്പോൾ പഞ്ചസാര ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കിട്ടണമെങ്കിൽ നിങ്ങൾ മിൽക്ക് മെയ്ഡ് മാറ്റിയിട്ട് നമുക്ക് പിന്നെ പഞ്ചസാര മാത്രം ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സാക്കിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുഡിങ്ങിൽ എപ്പോഴും മധുരം മുന്നിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് തിളപ്പിച്ച് ഈ ക്യാരറ്റ് ചെറിയ രീതിയിലൊന്ന് വേകണം. ഇതിപ്പോൾ കണ്ട് നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ അലിഞ്ഞ് ക്യാരറ്റൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് നല്ലതുപോലെ ഇളക്കി ഇതുപോലെ വിടിയിച്ച് കൊടുക്കുക. കുറച്ച് സമയം ഇത് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാരറ്റ് ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. അടുത്തതായി ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ചേർക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുഡിങ് തയ്യാറാക്കി കഴിയുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് ആ സമയത്തിന് ഇതിൽ ചേർക്കാനുള്ളത്, ഞാനിപ്പോൾ പുഡിങ്ങിന് ഇത് സെറ്റാവാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ജെലറ്റിനാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അത് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 10 ഗ്രാം ആണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വേവിച്ച അത് ചെറിയ ചൂടോട് കൂടി ഒന്ന് അടിച്ചെടുത്ത് വയ്ക്കുക. തീരെ നല്ലതുപോലെ തണുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിൽ ഒരു 10 ഗ്രാമോളം അടുപ്പിച്ച് ജെലറ്റിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 10 ഗ്രാമിൻ്റെ കണക്കിൽ 1/2 ലിറ്റർ പാല്, 4 ക്യാരറ്റ്, ഇപ്പോൾ 10 ഗ്രാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇതിലോട്ട് അലിയിച്ച് ചേർക്കണം. നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഇത് അലിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലോട്ട് ക്യാരറ്റ് നല്ലതുപോലെ അരച്ചതിന് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ചെറിയ രീതിയിലൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് ഒന്ന് നല്ലതുപോലെ തീ കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമ്മൾ ജെലറ്റിനും ക്യാരറ്റിൻ്റെ ഈ മിക്സും കൂടെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടും. ഇത് തയ്യാറാക്കി വരുമ്പോൾ നല്ല കളറാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനെ ഇതുപോലെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡിലോട്ടൊക്കെ ഉള്ളതിനെ ഒന്ന് വിടിയിച്ചെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മളിതുപോലെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലെ പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും, സ്റ്റീലിലോ നോൺ സ്റ്റിക്കിൻ്റെയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് സെറ്റാവാൻ ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് കുറുകട്ടെ.
ഇതിപ്പോൾ ഏതാണ്ടൊന്ന് തയ്യാറായിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇനി നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന പാത്രത്തിലോട്ട് ഞാനിപ്പോൾ കേക്കൊക്കെ ബേക്കിങ്ങിന് വേണ്ടി എടുക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ചെറുതായിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പാത്രം. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഇത്രയും കട്ടിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടുള്ള ഒരെണ്ണത്തിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ രണ്ടിലും കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാനൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ രാത്രി തയ്യാറാക്കിയതുകൊണ്ട് പിറ്റേന്നാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ അങ്ങ് സെറ്റായിരിക്കും. അപ്പോൾ ഇതിന് ഇതേപോലെ നല്ല തണുത്തതിന് ശേഷം മാത്രമേ വെക്കാവൂ. ഇതിപ്പോൾ ഞാൻ പിറ്റേന്നാണ് എടുത്ത് കാണിക്കുന്നത്. ഇതിനെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് 4 സൈഡും ഒന്ന് ഇളകിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് എടുക്കാം. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സമയം ഒന്നിട്ട് പുറത്ത് വെച്ചാൽ ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതനുസരിച്ച് നോക്കിയെടുക്കുക. ആവശ്യത്തിന് ആ സമയമാകുമ്പോൾ ഒന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതിയാകും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്കിപ്പോൾ വീട്ടിൽ ഇത്ര സിമ്പിളായിട്ട് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ദാണ്ട ഇപ്പോൾ തന്നെ കണ്ടില്ലേതാ. അപ്പോൾ ഇത് നമ്മൾ ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ഗ്ലേസിങ്, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗം കേക്ക് പോലെയൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഒന്ന് ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ച് സമയത്തിന് സാവകാശത്തിൽ നമുക്ക് ഇപ്പോൾ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ സ്റ്റിക്ക് കൊണ്ടാണ് ദാണ്ട എടുക്കുന്നത്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് പുഡിങ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നല്ല തണുപ്പോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ വേറെ ഒരെണ്ണം നമ്മളിപ്പോൾ വെച്ചത്, അതും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.